നിങ്ങൾ ഈ 2-3 പേര് മാത്രമാണ് ഇത്രയും ആൾക്കാർ ഈ ചോദ്യം ചോദിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 10-35-40 പേര് കാണും അല്ലേ? എന്റെ നമുക്ക് അങ്ങനെ വരട്ടെ. കുറെ നാളായിട്ട് മമ്മൂക്കയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായിരുന്നു ആ ചോദ്യം? അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ? അതെ അതെ പിന്നെ തീർച്ചയായിട്ടും. അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാവുന്ന മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസർ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി. നമ്മൾ ഏതായാലും ഇവിടെ വീട് തുറന്നിരിപ്പുണ്ടല്ലോ, അപ്പൊ നമുക്ക് തന്നെ ബിസിനസ് നടത്താം. അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോളിനൊക്കെ പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്നവർ വരും. അതുപോലെ ഇപ്പം സിനിമ ഇറങ്ങി ഇന്നലെ കുറെ റിവ്യൂസ് വന്നു. റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷന്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാന്നൊരു? അവനോട് പോയില്ല, വന്നില്ലേ പുള്ളി ഖത്തറില്ല. അത് ഈ ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ അവന്റെ ഫാദറിന്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിലെ റെസ്പെക്ട് ഉണ്ടാവും എന്നോട്. അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സാർ, കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നോട്. സിനിമയിൽ നമ്മൾ തന്നെ വല്ലേ ഒരു സീനിയറും അസിസ്റ്റന്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണും. അത് മാത്രമേ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അതെ, ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റ് ആയത് ഗൗതമന്, അല്ലെ ഗോകുലിന്. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പുത്തൻ ബൈക്കാണ് മേടിച്ചു കൊടുത്തു. ഈ സിനിമയല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിലും സിംഗ് സൗണ്ടാണ്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട്. പുള്ളി ഇത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമില്ല, ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളതും. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും സിംഗ് സൗണ്ട് ആയിരുന്നു. അത് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ, സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് അതൊക്കെ ഒരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത്